നമസ്കാരം. ഏത് സമയത്തും കടകംപള്ളി സുരേന്ദ്രൻ അറസ്റ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ടെന്നുള്ള വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തെ മാത്രമല്ല വാസവനെയും അറസ്റ്റ് ചെയ്യാനുള്ള നീക്കങ്ങൾക്ക് കൃത്യമായ തെളിവുകളുണ്ടെന്ന് വി.ഡി. സതീശൻ തന്നെ നിയമസഭയിൽ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ പേരിലാണ് ഇന്നലെ നിയമസഭ ബഹിഷ്കരിച്ചതെന്ന് കൃത്യമായി അദ്ദേഹം പത്രസമ്മേളനത്തിൽ പറയുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിലെ ഭാഗങ്ങൾ കേൾക്കാം. ചർച്ച ആവശ്യമില്ല, മന്ത്രിയുടെ രാജിയാണ് ആവശ്യം. SITയുടെ മീതെയുള്ള മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ അനാവശ്യമായ സമ്മർദ്ദം ഇത് അവസാനിപ്പിക്കണം. മന്ത്രി വാസവൻ രാജിവെക്കണം. ഈ രണ്ട് ഡിമാൻഡുകളാണ് ഞങ്ങൾ മുന്നോട്ട് വെച്ചത്. നേരത്തെ ഒരു ഡിമാൻഡും കൂടി ഉണ്ടായിരുന്നു, ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ ചവിട്ടി പുറത്താക്കണമെന്ന്. അതവർ മാറ്റി. അല്ല, തുടരാനുള്ള പരിപാടിയായിരുന്നു. ഞങ്ങളുടെ സമരത്തിൻ്റെ ഭാഗവും ശക്തമായ സമ്മർദ്ദത്തിൻ്റെ ഭാഗമായിട്ടാണ് പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വന്നത്. മന്ത്രി വാസവൻ അവിടെ തുടരുകയാണ്. എന്താണ് കോടതി പറഞ്ഞിരിക്കുന്നത്? കോടതി ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് നവംബർ 5 കോടതി വിധിയിൽ പറഞ്ഞിരിക്കുന്നത്. കാരണം 2024, അതായത് 2019 ഒരു കൊള്ള നടന്നു. ആ കൊള്ളയെക്കുറിച്ച് കൃത്യമായി ഉണ്ണികൃഷ്ണൻ പോറ്റി ബാക്കി വന്ന 475 ഗ്രാം സ്വർണം തിരിമറി നടത്തിയ വ്യക്തിയാണെന്ന് അറിഞ്ഞിട്ടും കോടതി വിധി പോലും കാറ്റിൽ പറത്തി അയാൾക്ക് തന്നെ ശില്പങ്ങൾ സ്വർണം പൂശാൻ നൽകിയത് കോടതി വിധിയുടെ ലംഘനമാണ്. അപ്പോൾ 2019 നടത്തിയ സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് കൃത്യമായി അറിയാമായിരുന്നിട്ടും 2024 അത് കൊടുത്തു. അതായത് എല്ലാം ലംഘിച്ചുകൊണ്ടാണ് ഇതെല്ലാം ചെയ്തത്. അതിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റിൻ്റെ കത്തുണ്ടായിരുന്നു, അടിയന്തരമായി ഉത്തരവിറക്കണമെന്ന് ആവശ്യപ്പെട്ട്. 27-ാം തീയതി സ്പോൺസർഷിപ്പിൽ ഈ പ്രവൃത്തി നടത്താൻ ബോർഡ് ഉത്തരവിറക്കി. എന്നിട്ട് കോടതി പറഞ്ഞിരിക്കുന്നത് എന്താണ്? കോടതി പറഞ്ഞിരിക്കുന്നത് അതായത് ഒരു കൃത്രിമ അർജൻസി ഉണ്ടാക്കി. 2025 വീണ്ടും 2024 ചെയ്യാൻ പറ്റിയില്ല. 2025 ഒരു കൃത്രിമ അർജൻസി ഉണ്ടാക്കി ശില്പങ്ങൾ കൊണ്ടുപോകാൻ വീണ്ടും ശ്രമം ആരംഭിച്ചു. നവംബറിൽ ആരംഭിക്കുന്ന മണ്ഡലകാലത്തിന് മുമ്പ് ശബരിമലയിൽ തന്നെ അറ്റകുറ്റ പ്രവൃത്തി നടത്താൻ സമയമുണ്ടായിട്ടും ദ്വാരപാലക ശില്പങ്ങൾ പുറത്തു കൊടുത്തുവിടാൻ സൗകര്യമൊരുക്കിയെന്നാണ്. എന്തിനാണ്? when steps were once again initiated to fabricate a false sense of emergency, ഒരു കൃത്രിമ എമർജൻസി ഉണ്ടാക്കി ഈ ദ്വാരപാലക ശില്പം 2019 കളവ് നടന്നു എന്നറിഞ്ഞിട്ടും 2024 25 ഇത് പുറത്തു കൊണ്ടുപോകാൻ ശ്രമിച്ചു. അതിന് ദേവസ്വം മന്ത്രി വാസവനും ദേവസ്വം പ്രസിഡന്റായിരുന്ന പ്രശാന്തിനും പൂർണ്ണമായ ഉത്തരവാദിത്വമുണ്ട്, ഗൗരവമുള്ള ഉത്തരവാദിത്വമുണ്ട്. അപ്പം മന്ത്രി വാസവൻ രാജിവെക്കണം എന്ന ഞങ്ങളുടെ ആവശ്യത്തിൻ്റെ അടിയിലാണ് ഈ കോടതി ഉത്തരവിലൂടെ അടിവരയിട്ടിരിക്കുന്നത്. ഇവർക്കെല്ലാം ഉത്തരവാദിത്വമുണ്ട്. എന്നിട്ട് ഇവരെല്ലാം മാന്യന്മാരായി മന്ത്രിസഭയിലിരിക്കുക. പിന്നെ എന്ത് ചർച്ച നടത്താനാണ് അസംബ്ലിയിൽ? കേട്ടല്ലോ. എന്നാൽ ഇതിനേക്കാളൊക്കെ ഭീകരമായ ചില സംഭവങ്ങൾ ശബരിമലയിൽ നേരത്തെ നടന്നിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ശബരിമലയിൽ കൊള്ളകളൊക്കെ നടന്നത് 1996, 2001 E.K. നായനാരുടെ ഭരണകാലത്താണ്. അന്ന് E.K. നായരുടെ ഭരണകാലത്ത് E.K. നായനാരുടെ മകനെ ഒരു പെൺവാണിഭ കേസിൽ, വിതുര പെൺവാണിഭ കേസിൽ പ്രതിയാക്കുന്നു എന്നുള്ള രൂപത്തിൽ അദ്ദേഹത്തിൻ്റെ മകൻ്റെ രൂപസാദൃശ്യമുള്ള കൃഷ്ണവേണി എന്ന് പറയുന്ന ഒരു അപരനെ വിതുര പെൺവാണിഭത്തിൽ പെടുത്തിയിട്ടുള്ളത് ഈ പി ശശിയാണ്. പോലീസ് നിയന്ത്രിച്ചിരുന്ന പി ശശി E.K. നായരെ നിയന്ത്രിക്കാൻ വേണ്ടി E.K. നായർ മുഖ്യമന്ത്രി എന്ന സ്ഥാനത്ത് ഒരു ഡെമ്മിയായി മാത്രം നിർത്തിക്കൊണ്ട് അന്ന് പി ശശിയും പിണറായി വിജയനും നടത്തിയുള്ള നീക്കങ്ങൾ നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. ഇതിനെക്കുറിച്ച് നിരവധി തവണ ഞാൻ വീഡിയോ ചെയ്തതുകൊണ്ട് അതിനെക്കുറിച്ച് പറയുന്നില്ല. ഇപ്പോൾ ഞാൻ പറയുന്നൊരു കാര്യം, അന്ന് ആ കാലഘട്ടത്തിൽ പിണറായി വിജയൻ വിദ്യുച്ഛക്തി മന്ത്രിയായിരുന്നു, പിന്നീട് പാർട്ടി സെക്രട്ടറിയായി. ഈ സന്ദർഭങ്ങളിലെല്ലാം തന്നെ ഗവൺമെൻറ്റിനെ പിണറായി വിജയനും പി ശശിയും കൂടെയാണ് നിയന്ത്രിച്ചിരുന്നത്. ഏത് കാര്യങ്ങളും നടത്തിയത് അവരാണ്. ആ സന്ദർഭത്തിലാണ് വിജയമല്യ ശബരിമലയിൽ പോയി സ്വർണം പൂശാമെന്ന് പറയുന്ന വാഗ്ദാനം നൽകുന്നത്. വെറും ഒരു വാഗ്ദാനമായിരുന്നില്ല, അതിൻ്റെ പിന്നിൽ വലിയൊരു കാപട്യമുണ്ടായിരുന്നു. അവിടെയുള്ള 9ഓളം താഴികുടങ്ങളിൽ ഇറീഡിയം പവർ കയറിയിട്ടുണ്ടെന്നും, അതായത് മൾട്ടിപ്പിൾ എനർജി കയറിയിട്ടുണ്ടെന്നും, ആ മൾട്ടിപ്പിൾ എനർജിയുള്ള ഈ താഴികുടങ്ങൾക്ക് വലിയ മാർക്കറ്റ് ഉണ്ടെന്നും, വിദേശത്ത് ന്യൂക്ലിയർ ഏജൻസികളുമായി, വിദേശ രാഷ്ട്രങ്ങളിൽ ന്യൂക്ലിയർ ഏജൻസിയുമായി ധാരണയിൽ കോടാനുകോടി രൂപ കിട്ടുന്നതാണെന്നും കൃത്യമായി അറിഞ്ഞ വിജയമല്യ അതെല്ലാം തട്ടിയെടുക്കുകയായിരുന്നു. ആ തട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് വിജയമല്യ ശബരിമലയിൽ വന്നത്.
അങ്ങനെ അവരുടെ അതിന് ആദ്യം അദ്ദേഹം ചെയ്ത് പിണറായി വിജയൻ അന്നത്തെ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയാണെന്ന് തോന്നുന്നു. അന്ന് ചടയം ഗോവിന്ദന് ശേഷം അദ്ദേഹമായിരുന്നു പാർട്ടി സെക്രട്ടറി. വിദ്യുച്ഛക്തി മന്ത്രിയായതിനു ശേഷം അദ്ദേഹം പാർട്ടി സെക്രട്ടറിയായി മാറി. അദ്ദേഹത്തെ സ്വാധീനിച്ച് 5 കോടി രൂപ അദ്ദേഹത്തിന് കൊടുത്തു എന്നാണ് അന്ന് കേട്ടിട്ടുള്ള കാര്യം. അത് എത്രമാത്രം ശരിയാണെന്ന് പിണറായി വിജയൻ തന്നെ പറയണം. അല്ലാതെ ഇങ്ങനെയൊരു തീരുമാനം കൊടുക്കാൻ വേറെ ആർക്കും കഴിയുമായിരുന്നില്ല. ഒരാൾ വന്ന് കംപ്ലീറ്റ് ശബരിമല കൈയടക്കുകയാണ്, കുറേ ദിവസത്തെ കൈയടക്കുകയാണ്. അതിന് മുമ്പായി തന്നെ ഈ ധാന്യങ്ങൾ ഈ പറയുന്ന താഴെക്കുടങ്ങളിൽ എത്തിച്ച് പരീക്ഷണം നടത്തി കൃത്യമായിട്ട് ഈ താഴെക്കുടങ്ങളിൽ പവറുണ്ടെന്നും അതീവ ശക്തിയുള്ള പവറുണ്ടെന്നും ആ പവർ 100-200 വർഷം ഒരു കോപ്പർ താഴിക്കുടങ്ങൾ നിലനിൽക്കുമ്പോൾ അതിൽ പ്രത്യേക ഒരു കെമിക്കൽ രൂപാന്തരപ്പെടുമെന്നും അതുവഴി ആ സമയത്ത് ഇടിമിന്നൽ വഴി അതിൽ പവർ സക്ക് ചെയ്തെടുക്കുമെന്നും പവർ അതിനകത്ത് ഉണ്ടാകുമെന്നും ആ പവർ ഉള്ള ഇത്തരത്തിലുള്ള കോപ്പർ പാത്രങ്ങൾക്ക് ഇറീഡിയം പവർ അടങ്ങിയ മെറ്റീരിയൽ എന്നാണ് പറയാവുന്നത്. ഇറീഡിയം പവർ അല്ല, ശരിക്കും മൾട്ടിപ്പിൾ എനർജിയുള്ള പവറാണെന്ന് എന്നോട് മുമ്പ് APJ അബ്ദുൽ കലാം വിവരിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഈ കോപ്പർ മെറ്റീരിയൽ വിദേശത്ത് വൻ മാർക്കറ്റാണ്. ആ വൻ മാർക്കറ്റ് ഉദ്ദേശിച്ചുകൊണ്ട് കൃത്യമായി അറിഞ്ഞുകൊണ്ട് ധാരണയാക്കിക്കൊണ്ട് വിജയ് മല്യ ഇവിടെ സ്വർണം പൂശാൻ എന്ന പേരിൽ വരികയും ഏകദേശം 3 കോടി രൂപ ചെലവാക്കി 32 കിലോഗ്രാം സ്വർണം പൂശുകയും ചെയ്തു. എന്നാൽ അതിനേക്കാളൊക്കെ വലിയ വിലയുള്ള 9 താഴിക്കുടങ്ങളാണ് തട്ടിക്കൊണ്ടുപോയത്. ഇതിനെക്കുറിച്ച് ഇന്നലെ ഞാനൊരു പരാതി ആർക്കയക്കും, വെങ്കടേഷ് IPS അയക്കുകയുണ്ടായി. അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ്, ലോ ആൻഡ് ഓർഡർ, ക്രൈം ബ്രാഞ്ച്, പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് വഴുതക്കാട്, തിരുവനന്തപുരം എന്ന് പറയുന്ന ഇന്നത്തെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ ആൾക്ക് ക്രൈംബ്രാഞ്ച് മേധാവിക്ക് അയക്കുകയുണ്ടായി. അദ്ദേഹത്തിന് അയച്ച പരാതിയിലെ പ്രധാനപ്പെട്ട പറഞ്ഞത് ശബരിമല സ്വർണ്ണക്കൊള്ള സംബന്ധിച്ചുള്ള കേസ് ദുർബലപ്പെടുത്തുന്നതിനുള്ള നീക്കം നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് കാര്യകാരണ സഹിതം പറയുന്നതോടൊപ്പം തന്നെ ഞാൻ പ്രധാനമായി പറഞ്ഞിട്ടുള്ള ഒരു ആരോപണം, ഞാൻ 1998 ശ്രീ വിജയ് മല്യ ശബരിമല ശ്രീകോവിലിൽ മേൽക്കൂരയിൽ സ്വർണം പൂശുവാൻ വേണ്ടി മേൽക്കൂരയിൽ നിന്നും ചെമ്പുപാളികളും താഴെക്കുടങ്ങളും അടിച്ചു മാറ്റുകയുണ്ടായി. പുതുതായി സ്വർണം പൊതിഞ്ഞ പാളികൾ സ്ഥാപിച്ച ശേഷം പുതിയ സ്വർണം വഴി താഴെക്കുടങ്ങൾ സ്ഥാപിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്നാൽ കോടിക്കണക്കിന് രൂപ വില കൽപ്പിക്കുന്ന ഇറീഡിയം പവറിലുള്ള മൾട്ടിപ്പിൾ എനർജി റാൻഡം പവർ പഴയ ചെമ്പു താഴെക്കുടങ്ങൾ വിജയ് മല്യ കൊണ്ടുപോയിട്ടുണ്ട്. ഈ താഴെക്കുടങ്ങൾക്ക് റാൻഡം പവർ ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് തട്ടിയെടുക്കാനാണ് വിജയ് മല്യ ശബരിമല ശ്രീകോവിലിൽ സ്വർണം പൂശുവാൻ എത്തിയത്. ഇതിന് വ്യക്തമായ തെളിവ് നൽകുവാൻ എനിക്ക് കഴിയും. അന്നത്തെ ദേവസ്വം വിജിലൻസ് ഉദ്യോഗസ്ഥർ അതിന് തയ്യാറാണ്. ആകയാൽ പഴയ താഴെക്കുടങ്ങൾ എവിടെയാണ്, ആരാണ് കൊണ്ടുപോയത് എന്നതിനെപ്പറ്റി ഒരു അന്വേഷണം നടത്തണം. ശബരിമലയിൽ കാലികമായി ഉണ്ടാകുന്ന അഴിമതിയും മോഷണവും എന്നും തുറന്നു കാണിക്കുന്ന ഒരു പത്രമാണ് ക്രൈം മാഗസിനും ഞാനും. 2000 ശ്രീ VGK മേനോൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന കാലത്ത് അരവണ പായസ നിർമ്മാണം സംബന്ധിച്ചുള്ള പഞ്ചമി പാക്കേജ് കമ്പനിയുമായി ഉണ്ടായ വിഷയത്തിൽ 200 കോടി രൂപയുടെ അഴിമതി നടന്നു എന്ന് ഞാൻ ക്രൈം മാഗസിനിൽ വാർത്ത കൊടുത്തിട്ടുള്ളതാകുന്നു. ആ വാർത്തയ്ക്കെതിരെ ശ്രീ VGK മേനോൻ എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മുമ്പാകെ നൽകിയ കേസിൽ ഞാൻ നേരിട്ട് വാദിച്ച് എനിക്ക് അനുകൂലമായി വിധി സമ്പാദിച്ചിട്ടുള്ളതാകുന്നു. ശബരിമലയിൽ അന്ന് നടന്ന 200 കോടി രൂപയുടെ അഴിമതി തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. അപ്പം അങ്ങനെയുള്ള ശബരിമല ശ്രീ ധർമ്മശാസ്താവിൻ്റെയും ക്ഷേത്രത്തിൻ്റെയും നന്മയ്ക്കും പുരോഗതിക്കും വേണ്ടി എന്നും നിലകൊണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അവിടെ നടക്കുന്ന എല്ലാ അഴിമതിയും കളവും എൻ്റെ കഴിവനുസരിച്ച് പുറത്തു കൊണ്ടുവരികയും അതിനെതിരെ ശബ്ദിച്ചിട്ടുമുണ്ട്. ആയതിനാലാണ് ഇപ്പോൾ നടന്ന സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതികൾ ഓരോരുത്തരായി ജാമ്യത്തിൽ പുറത്തു പോകാൻ അനുവദിച്ചുകൊണ്ടും തൊണ്ടി മുതൽ കണ്ടെത്താൻ സാധിക്കാതെയും എന്ന സാഹചര്യത്തിൽ ഇത്രയും വലിയ കേസ് ഇല്ലാതാക്കാൻ തികച്ചും സുതാര്യമായതും കളങ്കരഹിതവും നടത്തിയ സ്വർണത്തെ ധ്വജ പ്രതിഷ്ഠയിലേക്ക് തിരിച്ചുവിടാനുള്ള ശ്രമങ്ങൾ അവസാനിപ്പിച്ച് സ്വർണ്ണക്കളയുടെ പ്രതികളെ ശിക്ഷിക്കാവുന്ന രീതിയിൽ കേസ് ഊർജ്ജസ്വലമായി മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അഭ്യർത്ഥിച്ചത്. അതായത് ഞാൻ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ശബരിമലയിലെ തട്ടിപ്പിനെ കുറിച്ചുള്ള വാർത്തകൾ പ്രസിദ്ധീകരിച്ചുള്ളത്. കേരളത്തിലെ ഏറ്റവും അധികം വിസ്ഫോടനം സൃഷ്ടിക്കുന്ന അന്വേഷണ റിപ്പോർട്ട് പുറത്തു കൊണ്ടുവന്നുള്ളത് ക്രൈമാണ്. അതിൽ VS അച്യുതാനന്ദൻ്റെ പേരാണ് ഞാൻ കൊടുത്തിരുന്നതെന്ന്. VS അച്യുതാനന്ദൻ്റെ നോമിനിയായി വന്ന ആളായിരുന്നു VGK മേനോൻ. ആ സമയത്താണ്
അദ്ദേഹം ഒറ്റയ്ക്ക് ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരിക്കെ നിയമവിരുദ്ധമായി 2 പേർ ചേർന്നെടുക്കേണ്ട തീരുമാനം അദ്ദേഹം ഒറ്റയ്ക്ക് തീരുമാനമെടുത്തുകൊണ്ട് പഞ്ചമി പാക്കേജിന് കൊടുത്ത അഴിമതിയിൽ 200 കോടി രൂപയുടെ നഷ്ടം ശബരിമലയ്ക്ക് ഉണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യം ക്രൈം പുറത്തു കൊണ്ടുവന്നു. അദ്ദേഹം എനിക്കെതിരെ കേസ് ഫയൽ ചെയ്തു, VS അച്യുതാനന്ദൻ കേസ് ഫയൽ ചെയ്തു. ആദ്യം എക്സ് പാർട്ടി വിധി വന്നു, പിന്നീട് ഞാൻ എല്ലാ രേഖകളും കോടതിയിൽ ഹാജരാക്കിയപ്പോൾ VS അച്യുതാനന്ദൻ മനസ്സിലായി ഈ VGK മേനോൻ വലിയ അഴിമതി നടത്തിയിട്ടുണ്ടെന്ന്. അദ്ദേഹം എന്നോട് കാര്യങ്ങൾ പറയുക, അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു ആ കാര്യം. അതിനുശേഷം അദ്ദേഹവും ഞാനുമായി സംസാരിച്ചു. അദ്ദേഹം ആ കേസ് പിൻവലിച്ചു. എന്നോട് വലിയ വിരോധമൊക്കെ ഉണ്ടായിരുന്നു. അന്ന് ഇവിടെ മൂന്നാറിൽ ടാറ്റ കയ്യേറിയ സ്ഥലത്തെക്കുറിച്ച് ഞാൻ വാർത്ത പ്രസിദ്ധീകരിച്ച ആ സ്ഥലം കാണാൻ VS അച്യുതാനന്ദൻ വന്നപ്പോൾ അന്ന് അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി ആയിരുന്ന ഷാജഹാൻ എന്നെ അവിടെ ഇറക്കാൻ പോലും സമ്മതിച്ചിരുന്നില്ല. എന്നോട് പറഞ്ഞത് ഞാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ VS അച്യുതാനന്ദൻ സ്ഥലങ്ങളൊന്നും സന്ദർശിക്കില്ല എന്നാണ്. അവസാനം ഞാൻ മാറിയിരുന്നു. എൻ്റെ റിപ്പോർട്ടർമാരാണ് അദ്ദേഹത്തിൻ്റെ കൂടെ യാത്ര ചെയ്തത്. പിന്നീടാണ് ഷാജഹാന് പോലും കാരണം മനസ്സിലാകുന്നത്. ഈ കേസിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്ന് പിന്നെ കോടതിയിൽ തെളിഞ്ഞു. അദ്ദേഹം തന്നെ എൻ്റെ കേസ് പിൻവലിച്ചു. കാരണം ഞാൻ ഹാജരാക്കിയ രേഖകൾ VS അച്യുതാനന്ദൻ ഞെട്ടിപ്പോകുന്നതായിരുന്നു. അങ്ങനെയുള്ള രേഖകളാണ് ഞാൻ VGK മേനോൻ എനിക്കെതിരെ കേസ് ഫയൽ ചെയ്ത ക്രിമിനൽ കേസിൽ ഞാൻ ഹാജരാക്കിയത്. ആ ഹാജരാക്കിയ രേഖകൾ വെച്ച് ഞാൻ ഫൈറ്റ് ചെയ്തു. അദ്ദേഹത്തെ വിസ്തരിച്ചു. എനിക്ക് അനുകൂലമായി എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 1ാം മജിസ്ട്രേറ്റ് അനുകൂലമായി വിധി പറഞ്ഞു. അതിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമാണെന്നും അഴിമതി നടത്തിയിട്ടുണ്ടെന്നും VGK മേനോൻ അഴിമതിക്കാരനാണെന്നും പറഞ്ഞുള്ള വിധിയാണ് വിധിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള ഫൈറ്റ് ചെയ്ത ഒരാളാണ് ഞാൻ. അപ്പോൾ ആ കാലഘട്ടത്തിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, അവിടെ നിന്ന് ഈ താഴിക്കുടങ്ങൾ അടിച്ചു കൊണ്ടുപോവുകയാണ് ചെയ്തത്. അത് അടിച്ചു കൊണ്ടുപോയി മറ്റൊരു അവിടെയല്ലാത്ത വേറെ താഴിക്കുടം നിർമ്മിച്ച് അവിടെ ഫിറ്റ് ചെയ്യുകയാണ് വിജയ് മല്യ ചെയ്തത്. ശരിക്കും വലിയ അഴിമതി, വലിയ തട്ടിപ്പാണ് നടന്നത്. VGK മേനോനും അതിന് ഉപഹാരം കിട്ടിയിട്ടുണ്ട്. പിണറായി വിജയൻ അത് ഉപഹാരം പിണറായി വിജയനാണ് ഈ ഗവൺമെൻറ്റിനെ നിയന്ത്രിക്കുന്നത് മനസ്സിലാക്കി പിണറായി വിജയൻ 5 കോടി കൊടുത്തു എന്നുള്ള വാർത്തകളാണ് അന്ന് കേട്ടുള്ളത്. ആ വാർത്തകൾ വെക്കുന്ന കാര്യങ്ങളാണ് പിന്നീട് നടന്നുകൊണ്ടിരിക്കുന്നത്. പിണറായി വിജയൻ അധികാരത്തിൽ വന്ന ശേഷം അവിടെ കൊള്ളയോട് കൊള്ള നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ക്ഷേത്രത്തിൽ മാത്രമല്ല, ശബരിമലയിൽ മാത്രമല്ല, മറ്റു അനുബന്ധ ക്ഷേത്രങ്ങളിലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള അനുബന്ധ ക്ഷേത്രങ്ങളിലുമുള്ള നടത്തിയ കൊള്ള നമ്മളൊക്കെ ചിന്തിക്കുന്നതിലപ്പുറമാണ്. അദ്ദേഹം എന്നോ ഈ കേസിൽ പ്രതിയായി അകത്താവേണ്ട ആളാണ്. എന്തായാലും ശബരിമലയിൽ വിജയ് മല്യ അടിച്ചുകൊണ്ടുപോയ 9 താഴിക്കുടങ്ങളുണ്ടെന്നുള്ള വ്യക്തമായ തെളിവ് നൽകാൻ ഞാൻ തയ്യാറാണെന്ന് അറിയിച്ചിട്ടുണ്ട്. അതിന് കൃത്യമായ രേഖകളുണ്ട്. ആ രേഖകളടക്കം ഉള്ള ആളുകൾ കൃത്യമായി മൊഴി കൊടുക്കുമെന്ന് ഞാൻ പരാതിയിൽ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഈ കേസിൽ ഫൈറ്റ് തുടങ്ങുകയാണ്. ശബരിമലയിൽ ഇപ്പോൾ നടന്ന കൊള്ളയല്ല യഥാർത്ഥ കൊള്ള, അതിനേക്കാളൊക്കെ എത്രയോ കോടി രൂപയുടെ കൊള്ളയാണ് ഈ ശബരിമലയിൽ നടന്നിട്ടുള്ളത്. ആ കൊള്ളയുടെ യഥാർത്ഥ വശങ്ങൾ പുറത്തു വരാൻ പോകുന്നേ ഉള്ളൂ. ഇതുവരെ ഉണ്ടായിരുന്ന കൊള്ളയേക്കാൾ ഭീകരമായ കൊള്ളയിലും പിണറായി വിജയന് പങ്കുണ്ടെന്നുള്ള കൃത്യമായ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. കാരണം 1996-2001 കാലത്ത് ശബരിമലയെ നിയന്ത്രിച്ചിരുന്നത്, അന്ന് കേരളം ഭരിച്ചിരുന്നത് VS അച്യുതാനന്ദൻ അദ്ദേഹത്തെ EK നായരായിരുന്നു 1996-2001 കാലത്ത് ഭരിച്ചിരുന്നത്. ആ കാലഘട്ടത്തിലാണ് വിജയ് മല്യ അവിടെ ഈ താഴിക്കുടങ്ങൾ അടിച്ചുകൊണ്ടുപോയത്, സ്വർണം പൂശിയതും. അങ്ങനെ സ്വർണം പൂശി എല്ലാവരെയും പറ്റിച്ച് എന്തോ മഹാകാര്യം ശബരിമലയ്ക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ചെയ്തത് അവിടെയുള്ള 9 താഴിക്കുടങ്ങൾ അടിച്ചു കൊണ്ടുപോയാണ്. അതുവഴി അദ്ദേഹത്തിന് കോടാനുകോടി രൂപ കിട്ടി എന്നുള്ള വിവരങ്ങൾ പിന്നീട് പുറത്തു വന്നിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം കിങ് ഫിഷർ എന്ന സ്ഥാപനം ഫ്ലൈറ്റ് കമ്പനി തുടങ്ങുന്നത്, വിമാന കമ്പനി തുടങ്ങുന്നത് എന്നുള്ളതാണ് സത്യം. നന്ദി, നമസ്കാരം.